ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉഴുന്ന്, പിന്നെ ഒരു 2 കഷ്ണം ചെറിയ കപ്പ, ഉണക്കമുന്തിരി, ശർക്കര, ഇത് ഉണങ്ങിയ തേങ്ങ കൊപ്ര എന്ന് പറയും, അത് ചെറിയ കഷ്ണമാക്കിയത്, നല്ല ജീരകം, ഏലക്കായ. അപ്പോൾ ഇതാണ് നമ്മളെ ഇൻഗ്രീഡിയൻസ്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ ഉഴുന്ന് ചെറു ചൂടിൽ വറുത്തെടുക്കണം. ഈ കപ്പ ചെറിയ കഷ്ണമാക്കി അരിഞ്ഞ് മിക്സി ജാറിലിട്ട് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ഉഴുന്ന് ഇതിലോട്ട് ഇടണം. അത് ചെറു ചൂടിൽ നന്നായിട്ട് വറുത്തെടുക്കണം. ചെറു ചൂടിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്, കരിഞ്ഞു പോകാൻ പാടില്ല. ഒന്ന് മൂത്താൽ മാത്രം മതി. അപ്പം നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മളെ ശർക്കര നമുക്ക് തിളപ്പിച്ച് അരിച്ചെടുക്കണം. ശർക്കര പാനി ഉണ്ടാക്കണം. ഈ ശർക്കര നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇടണം. അതിൻ്റെ കൂടെ നമ്മളെ ഏലക്കായ, നല്ല ജീരകം, ഇതിൻ്റെ സത്താണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ഇത് തിളച്ച് പാനിയാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മൾ ഉഴുന്ന് ചെറു ചൂടിൽ വറുത്തെടുക്കണം, കരിയാൻ പാടില്ല. അപ്പോൾ അതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഉഴുന്നും നമ്മളെ ശർക്കരപ്പാനിയും റെഡിയാവുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മളെ കപ്പ അരച്ചെടുക്കാം. അങ്ങനെ നമ്മളെ കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സറിൻ്റെ ജാറിലിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം എടുത്ത് നന്നായിട്ട് ഇത് അരിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളെ കപ്പ അങ്ങനെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, നന്നായി പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ ഉഴുന്ന് എന്തായെന്ന് നോക്കാം. ഉഴുന്നും ശർക്കരപ്പാനി എന്തായെന്ന് നോക്കാം. നമ്മളെ ശർക്കരപ്പാനി നല്ല ആവി വരുന്നുണ്ട്. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമുക്കിതിനെ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം അത് നമുക്ക് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഉഴുന്ന് എന്തായെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്ന് നല്ല ഗോൾഡൻ കളറ്, ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇനി ഇത് ഈ ചെറിയ ചൂടോടെ തന്നെ നമ്മളെ മിക്സറിൻ്റെ പൊടിക്കുന്ന ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ വറുത്തെടുത്ത ഉഴുന്ന് പൊടിക്കുന്ന മിക്സറിൻ്റെ ജാറിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഉഴുന്ന് പൊടിച്ചത് നോക്കാം. നല്ല ഉഴുന്ന് നന്നായിട്ട് ചെറിയ തരിയായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വർക്കിലോട്ട് പോവാം. അടുത്തതായി നമ്മളൊരു പാത്രം, അത്യാവശ്യം കുഴിയുള്ളതും കട്ടിയുള്ളതുമായ ഒരു പാത്രം എടുക്കുക. അത് ചൂടാക്കിയതിന് ശേഷം നമ്മളെ കപ്പ പേസ്റ്റ് ചെയ്തത് ഇതിലോട്ട് ഒഴിക്കുക. ഫസ്റ്റ് നമ്മളെ കപ്പ പേസ്റ്റ് ചെയ്തത്, അതിന് ശേഷം നമ്മളെ ശർക്കരപ്പാനി ഇതിലോട്ട് ഒഴിക്കുക. അരിച്ചെടുത്ത് ശർക്കരപ്പാനി. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് മിക്സാക്കണം. ചെറു ചൂടിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ അതൊന്ന് പാകമാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ മിക്സിതം ചെറു ചൂടിൽ നന്നായിട്ട് ഇളക്കി വറ്റിച്ചു കൊണ്ടേയിരിക്കണം. ചൂട് കൂടാൻ പാടില്ല, ചെറു ചൂടിൽ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഉഴുന്ന് പൊടി ഇതിലോട്ട് ആഡ് ചെയ്യാം.
അടുത്തതായി നമ്മൾ വറുത്തെടുത്ത ഉഴുന്ന് പൊടി ഇതിലോട്ട് ആഡ് ചെയ്യാണ്. നന്നായി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കട്ട കുത്താത്ത രീതിയിൽ ഈ ഉഴുന്ന് അതിൽ കലരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ പുഡിങ് നല്ല കട്ടയായി വരുന്നുണ്ട്. അടി പിടിക്കാതെ നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കട്ടയാവുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അടി പിടിക്കാൻ പാടില്ല. ചെറു ചൂടിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് കുക്കാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളെ പുഡിങ് ഏകദേശം പാകമായിട്ടുണ്ട്. ഉണ്ടാ വിടുന്നുണ്ടോ? നല്ല കട്ടയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. നമ്മളെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുണ്ട്, നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ചതുരപ്പാത്രം, സ്റ്റീലിൻ്റെ ചതുരപ്പാത്രം മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഇത് കട്ടയൊക്കെ എടുക്കണം. ഇപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ചതുരത്തിലുള്ള പാത്രമില്ല, വട്ടത്തിലുള്ളൊരു പാത്രമേ ഉള്ളൂ. നമുക്ക് അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ നെയ്യോ വെളിച്ചെണ്ണയോ പുരട്ടിയതിന് ശേഷം വേണം ഇത് ഒഴിച്ച് വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഒഴിച്ച് വെക്കാം. അങ്ങനെ നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഇത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചതുരത്തിലുള്ള പാത്രമാണെങ്കിൽ അത്യുത്തമമാണ്. നമുക്ക് അത് നല്ല ഭംഗിയുണ്ടായിരിക്കും. നമുക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മളെ ഉണക്കമുന്തിരിയും ഉണങ്ങിയ തേങ്ങയും നെയ്യിൽ വറുത്തെടുത്ത് ഇതിന് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഉണങ്ങിയ തേങ്ങയും ഉണക്കമുന്തിരിയും നമ്മൾ നെയ്യിൽ ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. നല്ലൊരു ബ്രൗണിഷ് കളർ ആകുന്നത് വരെ നന്നായിട്ട് ഇത് വറുത്തെടുക്കണം. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. നമുക്കിത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ വറുത്തെടുത്ത ഉണങ്ങിയ തേങ്ങയും ഉണക്കമുന്തിരിയും ഇതിൽ മുകളിൽ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐറ്റം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഹായ്, അങ്ങനെ നമ്മളെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമ്മളതൊരു സെർവിങ് ട്രേയിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അസാധ്യ ടേസ്റ്റി നല്ല ഹെൽത്തിയായ പുഡിങ്ങാണ്. അയ്യോ വായിൽ വെള്ളം വരുന്നു, നല്ല മണവും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി പുഡിങ്ങാണ്. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും കാണണം. വീഡിയോസ് എല്ലാവരും വീഡിയോസ് ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.